നിങ്ങളുടെ ഫോൺ നിങ്ങളുടെ ഫ്രണ്ട്സിനെ അല്ലെന്നുണ്ടെങ്കിൽ മറ്റാർക്കെങ്കിലും കൊടുക്കാറുണ്ടോ? നിങ്ങളറിയാതെ മറ്റ് ആപ്പുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ടോ, അല്ലെങ്കിൽ നിങ്ങൾ കൊടുത്ത ആപ്പല്ലാതെ മറ്റ് ആപ്പുകൾ അവർ യൂസ് ചെയ്യുന്നുണ്ടോ എന്ന് നിങ്ങൾക്ക് അറിയാൻ പറ്റില്ല അല്ലേ? പക്ഷേ ഞാൻ ഈ ഒരു ട്രിക്ക് പറഞ്ഞുതരാം. ഈ ഒരു ട്രിക്ക് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഫോണിൽ നിങ്ങൾ കൊടുക്കുന്ന ആപ്പ് മാത്രമേ അവർക്ക് യൂസ് ചെയ്യാൻ പറ്റത്തുള്ളൂ. ബാക്ക് അടിച്ചാലോ റീസെൻ്റ് അടിച്ചാലോ ഹോം ബട്ടൺ ഞെക്കിയാലോ ഒന്നും ബാക്ക് പോയില്ല. അപ്പോൾ നമുക്ക് വീഡിയോയിട്ട് കിടക്കാം. വീഡിയോയിട്ട് കിടക്കുന്നതിന് മുമ്പ് ആദ്യമായിട്ടാണ് എൻ്റെ വീഡിയോ കാണുന്നുണ്ടെങ്കിൽ മസ്റ്റായിട്ട് എന്നെ ഫോളോ ചെയ്യുക. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ കൂടെ ചെയ്ത് കൊടുക്കും. ആദ്യം നിങ്ങളുടെ ഫോണിൻ്റെ സെറ്റിങ്സ് ഓപ്പൺ ചെയ്യുക. അവിടെ മുകളിൽ സെർച്ച് ബാറിൽ പോയിട്ട് ആപ്പ് പിൻ എന്നുള്ളത് ടൈപ്പ് ചെയ്ത് കൊടുക്കുക. ടൈപ്പ് ചെയ്ത് കൊടുക്കുമ്പോൾ എന്ന ഓപ്ഷനിൽ നിന്ന് താഴോട്ട് വരുമ്പോൾ പിൻ ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണും. ആ പിൻ ആപ്പിൽ ക്ലിക്ക് ചെയ്തതിന് ശേഷം താഴോട്ട് വരുമ്പോൾ പിൻ ആപ്പ് എന്നുള്ളത് ഒരിക്കൽ കൂടി കാണും. അതിലൊന്നുകൂടെ ക്ലിക്ക് ചെയ്ത് കൊടുക്കുക. എന്നിട്ട് അത് ഓൺ ചെയ്ത് കൊടുക്കുക മാത്രം മതി. നിങ്ങൾ റീസെൻ്റ് എടുത്തതിന് ശേഷം അതിൻ്റെ തൊട്ട് മുകളിലായിട്ട് നമ്മളെ ഏത് ആപ്പിൻ്റെ പേരാണോ അത് കാണും. അവിടെ ക്ലിക്ക് ചെയ്യുക. അവിടെ ക്ലിക്ക് ചെയ്യുമ്പോൾ ഇതുപോലെ പിൻ ദിസ് ആപ്പ് എന്ന് പറഞ്ഞൊരു ഓപ്ഷൻ കാണിക്കും. അതിൽ ക്ലിക്ക് ചെയ്യുക. പിന്നെ ആ ആപ്പായിരിക്കും ഓപ്പണായി വരുന്നത്. അത് ബാക്ക് അടിച്ചാലോ അതുപോലെ തന്നെ റീസെൻ്റ് കൊടുത്താലോ ഹോം ബട്ടൺ ഞെക്കിയാലോ ഒന്നും ചെയ്യില്ല. ഇത് എങ്ങനെ നിങ്ങൾക്ക് മാറ്റാം എന്നുള്ളതെന്ന് വെച്ച് കഴിഞ്ഞാൽ നിങ്ങളുടെ റീസെൻറ്റിലും അതുപോലെ തന്നെ ബാക്ക് ബട്ടണിലും ഒരേ ടൈമിൽ ഞെക്കി പിടിക്കുമ്പോൾ നിങ്ങളുടെ ലോക്ക് സ്ക്രീൻ ആയിരിക്കും വരുന്നത്. നിങ്ങളെ പിന്നടിച്ചോ അല്ലെങ്കിൽ ഫിംഗർ വെച്ചോ എങ്ങനെ വേണമെങ്കിലും നിങ്ങൾക്ക് അൺലോക്ക് ചെയ്യാം. അപ്പോൾ ഈ പറഞ്ഞ ആപ്പ് പിൻ ചെയ്തിരിക്കുന്നത് മാറിക്കിട്ടും. ഈ വീഡിയോ എല്ലാവർക്കും ഇഷ്ടമെന്ന് വിചാരിക്കുന്നു. ഇതുപോലുള്ള കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് എന്നെ ഒന്ന് ഫോളോ ചെയ്യൂ. ഒപ്പം നിങ്ങളുടെ ഫ്രണ്ട്സിനെല്ലാം ഷെയർ ചെയ്യുകയും കൂടെ ചെയ്യും. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് കാണുന്നവരെ ബൈ.